ശബരിമലയിൽ തന്ത്രി താഴമൺ കണ്ഠര് രാജീവർക്കൊപ്പം മകൻ കണ്ഠര് ബ്രഹ്മദത്തനും ഇക്കുറി പൂജകൾക്ക് കാർമ്മികത്വം വഹിക്കും. ചിങ്ങപ്പുലരി മുതൽ തന്ത്രി കുടുംബത്തിലെ ഒരു തലമുറ മാറ്റം കൂടി നടപ്പാവുകയാണ്. താന്ത്രിക കർമ്മങ്ങളുടെ പൂർണ്ണ ചുമതല ബ്രഹ്മദത്തിനെ ഏൽപ്പിക്കണമെന്ന ആഗ്രഹത്തിലാണ് തന്ത്രി രാജീവര്. പൂജകളിൽ മകന് മാർഗനിർദ്ദേശവുമായി അദ്ദേഹവും സന്നിധാനത്തുണ്ടാകും. ചിങ്ങമാസ പൂജകൾക്കായി നട തുറന്നപ്പോൾ മുതൽ തന്ത്രി കണ്ഠര് രാജീവരുടെ മകൻ കണ്ഠര് ബ്രഹ്മദത്തനും സന്നിധാനത്തുണ്ടായിരുന്നു. അഭിഭാഷക കുപ്പായം ഉപേക്ഷിച്ചാണ് ബ്രഹ്മദത്തൻ മല കയറിയത്. കണ്ഠര് രാജീവരുടെ പിന്മുറക്കാരനാണെങ്കിലും തന്ത്രിസ്ഥാനം ഔദ്യോഗികമായി കൈമാറുന്നതല്ല. അച്ഛനൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും പഠിക്കുക. അച്ഛന് ഒരു പടി പിന്നിൽ നിൽക്കാനാണ് തനിക്ക് താല്പര്യമെന്നും ബ്രഹ്മദത്തൻ പറഞ്ഞു. എനിക്ക് ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പൂജകൾക്കും ക്ഷേത്രങ്ങളിലും പോയതുകൊണ്ട് ഒരു പുതിയ അനുഭവം എന്ന് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ വർഷം ഞാനിവിടെ ഉണ്ടായിരുന്നു. ഒരു ജൂൺ ജൂലൈ പിന്നെ നിറപുത്രി ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നായിരുന്നു എനിക്കൊരു പുതിയ അനുഭവം ശരിക്കും ഫുൾ ടൈം. ഇതിപ്പോൾ ഒരു രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എങ്ങനെയാകും എന്നുള്ള. അപ്പോൾ പുതിയത് ഞാൻ ഒരിക്കലും അതുകൊണ്ട് പറയില്ല. പക്ഷെ ഭഗവാനെ സേവിക്കുന്നത് എക്കാലവും മനസ്സിന് നമുക്ക് സുഖം. ആ ഭഗവാനെ സേവിച്ച് ബാക്കിയുള്ളവരെല്ലാം ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന സന്തോഷം കാണുമ്പോൾ അതിലേറെ സുഖവും നമുക്ക് കിട്ടും. റിട്ടയർമെന്റ് ഇല്ലാത്ത തസ്തികയാണ് തന്ത്രി. ഔദ്യോഗിക ചുമതല കൈമാറ്റവുമില്ല. അച്ഛന്റെ പാത പിന്തുടർന്ന താന്ത്രിക കർമ്മങ്ങൾ സജീവമാകുന്നതിന്റെ സന്തോഷത്തിലാണ് കണ്ഠര് ബ്രഹ്മദത്തൻ. BBA LLB പഠനത്തിന് ശേഷം സ്കോട്ട്ലൻഡിൽ LLM പൂർത്തിയാക്കി. വിദേശ സ്ഥാപനത്തിലെ ഉയർന്ന തസ്തികയിലെ ഉദ്യോഗം 1 വർഷം മുൻപാണ് രാജിവെച്ച് താന്ത്രിക ചുമതലയിലേക്ക് കടന്നത്. ജനം സന്നിധാനം.